ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ എക്സാമിനേഷനിൽ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ കൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും. കാരണം 1-2 വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് പബ്ലിക് എക്സാമിനേഷന് ചിലപ്പോൾ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് ഈ വർഷം +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ വർഷം +1 മാത്തമാറ്റിക്സ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളും ഈ വീഡിയോ കാണുന്നത് മികച്ച സ്കോർ കണ്ടെത്തുന്നതിന് സഹായകരമാകും. ഓൾറെഡി +1 സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള 2025 സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെയും കംപ്ലീറ്റ് പോർഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ ചാപ്റ്ററിന്റെ റിവിഷൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിന്റെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസും ചെയ്തിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കുകളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ +1 മാത്തമാറ്റിക്സ് ഇംപ്രൂവ്മെന്റ് റെഗുലർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് അതിന് ഷെയർ ചെയ്യുന്നു, പ്ലേലിസ്റ്റിനകത്തുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, തികച്ചും സൗജന്യമാണ്. ഈ വീഡിയോയിൽ നമ്മൾ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ 3 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വി ഹാവ് ടു ആൻസർ എനി 6 ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1, the shaded region in the Venn diagram represents. ഇവിടെ ഏത് പോർഷനാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഈ എ എന്ന സെറ്റ് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ബി എന്ന സെറ്റ് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. എയും ബിയും കംപ്ലീറ്റ് ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ആണ് ഇവിടെ ഷെയ്ഡഡ് പോർഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഈ ഓപ്ഷനിൽ അപ്പൊ ഏതാണ് ആൻസർ? ബി ആണ് കറക്റ്റ് ആൻസർ, എ യൂണിയൻ ബി. നെക്സ്റ്റ്, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട്. Let a equal to x such that x minus 5 equal to 0, b equal to x such that x square equal to 25. Write a and b in roster form. അപ്പോൾ ക്യാപിറ്റൽ A equal to, ഇവിടെ എന്താണ് കണ്ടീഷൻ? x minus 5 equal to 0. അപ്പോൾ x എന്താണ്? 5. അപ്പോൾ ക്യാപിറ്റൽ A equal to set 5. എന്താണ് എഴുതേണ്ടത്? ക്യാപിറ്റൽ A equal to set 5. ഇതാണ് റോസ്റ്റർ ഫോം. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? x സ്ക്വയർ ഈക്വൽ ടു 25. അപ്പൊ എക്സിനുള്ള സാധ്യതകൾ, എക്സ് എന്താകാം? +5 ആകാം, അല്ലെങ്കിൽ -5 ആകാം. -5ന്റെ സ്ക്വയർ 25 അല്ലേ? അപ്പൊ 5, -5. അപ്പൊ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ B ഈക്വൽ ടു സെറ്റ് ഇട്ടിട്ട് -5, +5. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, എ ഫംഗ്ഷൻ f ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഗിവൺ ബൈ f of x is equal to x square plus 1. ഫൈൻഡ് f of 0. ഈ ഫംഗ്ഷനിൽ എക്സിന് 0 കൊടുക്കുക. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 1. സോ f of 0 എന്താണ്? 1. നെക്സ്റ്റ്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് x square plus 1 ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. x സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം, യു ഷേപ്പ് ആണ് അല്ലെ? അപ്പൊ x സ്ക്വയർ +1 ആണെങ്കിൽ ഒരു യൂണിറ്റ് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് യു ഷേപ്പ് ആയിട്ട് വരയ്ക്കുക. പോയിന്റ് കൊടുത്ത് എക്സ് വാല്യൂ വൈ വാല്യൂ കണ്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. പക്ഷെ ഇതൊരു സ്റ്റാൻഡേർഡ് ഗ്രാഫ് ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇത്രയും ചെയ്താൽ മതി. എക്സ് ആക്സ് വരയ്ക്കുക, വൈ ആക്സ് വരയ്ക്കുക, യു ഷേപ്പ് ഗ്രാഫ്. എവിടെ വെച്ച് വളഞ്ഞു പോകണം? 1 എന്ന് പറയുന്ന പോയിന്റിൽ വളഞ്ഞു പോകണം. എക്സ് സ്ക്വയർ +1, എക്സ് സ്ക്വയർ +2 ആയിരുന്നെങ്കിൽ 2 എന്ന് പറയുന്ന പോയിന്റിൽ വളഞ്ഞു പോകുന്ന യു ഷേപ്പ് ഗ്രാഫ്, അതായിരിക്കും എക്സ് സ്ക്വയർ +2ന്റെ ഗ്രാഫ്. എക്സ് സ്ക്വയർ ആണെങ്കിൽ 0യിൽ കൂടെ വളഞ്ഞു പോകുന്ന യു ഷേപ്പ് ഗ്രാഫ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇത് നമുക്ക് എക്സ് വാല്യൂ വൈ വാല്യൂ പ്ലോട്ട് ചെയ്ത് ട്രേസ് ചെയ്യാം. ഇത്രയും വരച്ചാൽ മതി, മാർക്ക് നമുക്ക് കിട്ടും. സോ വിച്ച് ഈസ് ദ ഗ്രാഫ് ഓഫ് എക്സ് സ്ക്വയർ +1. ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ +1ന് എക്സിന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന വാല്യൂസ് ഏത് റിയൽ നമ്പർ വേണോ കൊടുക്കാം. സോ ഡൊമൈൻ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. മറ്റൊരു ഷോർട്ട് കട്ട് ഉണ്ട്, യു ഷേപ്പ്, വി ഷേപ്പ് ഒക്കെ വന്നാൽ ഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. യു ഷേപ്പ്, വി ഷേപ്പ് വന്നാൽ വേറെ നോക്കേണ്ട ആവശ്യമില്ല, ഡൊമൈൻ ക്യാപിറ്റൽ ആർ. Now what is the range? ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ y വാല്യൂ എവിടെ മുതൽ എവിടെ വരെ? y വാല്യൂ 1 മുതൽ അങ്ങ് മേളിലോട്ട് പോവുകയാണ് അല്ലേ? അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ 1, റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? x വാല്യൂ. അത് കൃത്യമായി മനസ്സിലാക്കുക. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 3, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് സെന്റർ 0,2
ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 0,0. അപ്പൊ സർക്കിളിലുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, സെന്റർ തന്നിട്ടുണ്ട്. അവ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റേഡിയസ്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് പോയിന്റ് ആൻഡ് ദിസ് പോയിന്റ് ഗീവ്സ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പൊ ആദ്യം എന്ത് കാണണം? റേഡിയസ് കാണണം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാലോ. റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ. 0 എന്ന് 0 വെച്ചാൽ 0. അടുത്ത 0 മൈനസ് 2 എന്താണ്? മൈനസ് 2ന്റെ സ്ക്വയർ. അത് റൂട്ട് 4 എന്ന് കിട്ടും. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ റേഡിയസ് എന്താണ്? 2. സെന്റർ എന്ന് തന്നിട്ടുണ്ട് 0,2. സെന്ററിനെ നമ്മൾ h,k എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ കാണുന്ന ഫോർമുല x മൈനസ് h ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. എച്ചിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുക, കെയുടെ സ്ഥാനത്ത് 2 കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x സ്ക്വയർ പ്ലസ് y മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. റേഡിയസ് 2 ആണ്. സോ r സ്ക്വയർ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അതിന്റെ സബ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആൻഡ് ഫോക്കസ് ഓഫ് ദ പരാബോള y സ്ക്വയർ ഈക്വൽ ടു 8x. y സ്ക്വയർ ഈക്വൽ ടു 8x എന്ന പരാബോള നൽകുമ്പോൾ അതിന്റെ ഷേപ്പ് C ഷേപ്പ് ആണെന്ന് മനസ്സിലാക്കുക. കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം y സ്ക്വയർ ഈക്വൽ ടു 4ax. അപ്പൊ 4a എന്ന് പറഞ്ഞാൽ 8, a എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2. എങ്കിൽ ഫോക്കസ് എന്താണ്? C ഷേപ്പ് ആണെങ്കിൽ ഫോക്കസ് അകത്ത് വരും, a, 0. അപ്പൊ 2,0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്താണ്? x is equal to minus a. സോ x is equal to എന്താണ്? -2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം? മീഡിയൻ കണ്ടെത്തണം. അതിനുവേണ്ടി തന്നിട്ടുള്ള ഒബ്സർവേഷൻസ് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. അത് കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 1, 2, 3 അങ്ങനെ എണ്ണുമ്പോൾ n എന്ന് പറയുന്നത് 11 എന്ന് കിട്ടും. ഇത് ഒരു ഓഡ് നമ്പർ ആണ്. എങ്കിൽ മീഡിയൻ കാണുന്ന ഫോർമുല n + 1/2th ഒബ്സർവേഷൻ. n എന്ന് പറഞ്ഞാൽ 11, 11 + 1 എന്താണ്? 12/2. 6th ഒബ്സർവേഷൻ ഈസ് ദ ആൻസർ. ആറാമത്തെ ഒബ്സർവേഷൻ ആരാണ്? 1, 2, 3, 4, 5, 6. 6th ഒബ്സർവേഷൻ എന്താണ്? 9. അപ്പൊ മീഡിയൻ എന്ന് പറയുന്നത് 9 കിട്ടിക്കഴിഞ്ഞു. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ, അതാണ് ക്യാപിറ്റൽ M. കാണുന്ന ഫോർമുല സിഗ്മ സമ്മേഷൻ മോഡുലസ് ഓഫ് x മൈനസ് m ബൈ സ്മോൾ ലെറ്റർ n. അപ്പൊ അതിനുവേണ്ടി സിഗ്മ മോഡുലസ് ഓഫ് x മൈനസ് m കാണുക. അതായത് x മൈനസ് m കണ്ടിട്ട് മോഡുലസ് എടുത്തിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മീഡിയൻ 9 ആണ്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ വാല്യൂസ് ആണ്, അതാണ് x വാല്യൂസ്. അപ്പൊ ആദ്യം എന്താണ്? x മൈനസ് m. 3 മൈനസ് 9 എന്ത് കിട്ടും? -6. അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ +6. അടുത്ത് വീണ്ടും 3 മൈനസ് 9 -6. ആ മോഡുലസ് എടുക്കുമ്പോൾ +6. എല്ലാം പോസിറ്റീവ് ആയി എഴുതിയാൽ മതി. അടുത്ത 4ൽ നിന്ന് 9 കുറച്ചാൽ -5 +5 ആയിട്ട് എഴുതുക. 5ൽ നിന്ന് 9 കുറച്ചാൽ 4, 7ൽ നിന്ന് 9 കുറച്ചാൽ 2, അടുത്ത 9ൽ നിന്ന് 9 കുറച്ചാൽ 0, 10ൽ നിന്ന് 9 കുറച്ചാൽ 1, അടുത്ത 12ൽ നിന്ന് 9 കുറച്ചാൽ 3 ആണ് കേട്ടോ. ഞാനിവിടെ 2 എഴുതിയിരിക്കുന്നത്, ഒന്ന് കറക്റ്റ് ചെയ്യുക. 3. അടുത്ത 18ൽ നിന്ന് 9 കുറച്ചാൽ 9 കിട്ടും. 19ൽ നിന്ന് 9 കുറച്ചാൽ 10, 21ൽ നിന്ന് 9 കുറച്ചാൽ 12. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 58. ഇവിടെ 2 ആണ്, അത് 3 ആക്കുക. അപ്പൊ 58. സോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണുന്ന ഫോർമുല എഴുതുക. മേളത്തെ സം എന്ന് പറയുന്ന 58 ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ n 11. 58/11 കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. The point 1, 2, 3 lies on the dash octant. എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ അത് ഫസ്റ്റ് ഒക്ടന്റ് എന്ന് രേഖപ്പെടുത്താം. അല്ല എങ്കിൽ x, o, y, z ഒക്ടന്റിൽ. എല്ലാം പോസിറ്റീവ് അല്ലേ? നെഗറ്റീവ് എന്നാൽ ഡാഷ് കൊടുക്കുക. അപ്പൊ ഇത് എഴുതാം, അല്ലെങ്കിൽ ഇത് എഴുതാം. ഏത് എഴുതിയാലും മാർക്ക് നമുക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ്, ഫൈൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് കാണുന്ന ഫോർമുല റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square. അപ്പോൾ എന്ത് കിട്ടും? 1 minus minus 1. അപ്പോൾ 1 plus 1 the whole square root of 1 plus 1 the whole square plus 2 plus 2 the whole square plus 3 plus 3 the whole square equal to root 56 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. Next, question number 6. Evaluate limit x tending to 1 x square plus 2x plus 1. x ന് 1 കൊടുക്കുക. അപ്പോൾ 1 square 1. ഇവിടെ 2 plus 1 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടും 4 എന്ന് കിട്ടും. ഡയറക്റ്റ് ആയിട്ട് x ന് എന്ത് കൊടുത്താൽ മതി? 1 കൊടുക്കുമ്പോൾ ആൻസർ 4. Next question. Find the limit x tending to 2 x square minus 4 by x minus 2.
എക്സിന് 2 കൊടുത്താൽ മേളിൽ എന്ത് കിട്ടും? 4 - 4 0, താഴെയും 0. 0/0 which is an indeterminate form. അങ്ങനെ വന്നാൽ we have to simplify the given function. ഇവിടെ നടക്കുന്ന സിംപ്ലിഫിക്കേഷൻ എന്താണ്? ഇത് കാണുമ്പോൾ അറിയാം s² - b². 4നെ 2² എന്ന് എഴുതി കൂടെ? അപ്പോൾ s² - b² എന്താണ്? a - b × a + b. അപ്പോൾ ഇത് ഫാക്ടറൈസേഷൻ ചെയ്ത് x - 2 × x + 2 എന്ന് എഴുതുക. ബൈ ഡിനോമിനേറ്റർ അതുപോലെ x - 2 ക്യാൻസൽ ചെയ്തു. പിന്നെ എന്താ ഉള്ളത്? ലിമിറ്റ് x ടെൻഡിങ് ടു 2, ഇത് മാത്രം x + 2. എക്സിന് 2 കൊടുത്താൽ ആൻസർ എന്ത് കിട്ടും? 4. അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് x². സാധാരണ സൈനും കോസും ഒക്കെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചത്. യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല മസ്റ്റ് ആയിട്ട് പഠിക്കുക. f' = ലിമിറ്റ് h ടെൻഡ്സ് ടു 0 f(x + h - f(x) / h. f(x) x². അപ്പോൾ f(x + h) എന്തായിരിക്കും? x + h (² മൈനസ് ഈ f(x) ന്റെ പ്ലേസിൽ x² ബൈ എന്താണ്? h. ലിമിറ്റ് h ടെൻഡ്സ് ടു 0. ഇത് a + b (² എക്സ്പാൻഡ് ചെയ്യുക x² പ്ലസ് 2ab 2xh പ്ലസ് b² h². പിന്നെ അവസാനമുള്ള -x² അതുപോലെ ബൈ h. x² ഉം x² ക്യാൻസൽ ചെയ്തു പോയി. ഈ രണ്ട് ടേമിൽ നിന്ന് h പുറത്തെടുത്താൽ 2x + h എന്ന് കിട്ടും ബൈ h. h ഉം h ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ലിമിറ്റ് h ടെൻഡ്സ് ടു 0. ഈ ടേം മാത്രം വരും 2x + h. ഇനി h ന് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. 3 മാർക്സിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഹൗ മെനി കോഡ്സ് can be drawn through 10 points on a circle. അല്ലെ, ഒരു കോഡ് വരയ്ക്കാൻ സർക്കിളിലെ 2 പോയിന്റ് വേണം. അപ്പോൾ മൊത്തം 10 പോയിന്റ് ഉണ്ട്. 2 എണ്ണം വെച്ച് എത്ര വ്യത്യസ്തമായ രീതിയിൽ സെലക്ട് ചെയ്യാം? സോ ആൻസർ 10c2. നമ്പർ ഓഫ് കോഡ്സ് കാണുന്ന ഫോർമുല n ആണ് എന്താണ് പോയിന്റ്സ് എങ്കിൽ nc2. n പോയിന്റ്സ് ഉണ്ടെങ്കിൽ nc2. 10 പോയിന്റ്സ് ഉള്ളത് കൊണ്ട് ആൻസർ എന്താണ്? 10c2. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ ആൻസർ എന്ത് കിട്ടും? 45 എന്ന് കിട്ടും. അടുത്തത് ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിൽ ചെയ്യാം. 5c2 + 5c3 = NCR. then n എന്താണ്? r എന്താണ്? 5c2 കാൽക്കുലേറ്റർ കൊടുത്താൽ 10 എന്ന് കിട്ടും. 5c3 കാൽക്കുലേറ്റർ കൊടുത്താൽ 10 എന്ന് കിട്ടും. അതായത് NCR = 20. നമ്മൾ ആദ്യം പഠിക്കുക 5c5 NCR അല്ലേ? 5c5 അത് 20 ആവോ? അല്ല, ഇവിടെ 20 ആണ് വരുന്നത് അല്ലേ? അപ്പൊ 5c5 വരത്തില്ല. അടുത്ത 6c3 കാൽക്കുലേറ്റർ അടിക്കുക 20 എന്ന് കിട്ടും. അപ്പോൾ n = 6 r = 3 which is the answer എന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 20 = 6c3. അപ്പോൾ എന്താണ്? n എന്ന് പറയുന്നത് 6 ആണ്, r എന്ന് 3 ആണെന്ന് മനസ്സിലാക്കാം. അല്ല എങ്കിൽ ഈ ഐഡന്റിറ്റി പഠിച്ച് ചെയ്താലും കുഴപ്പമില്ല. NCR - 1 പ്ലസ് NCR എന്ന് പറയുന്നത് n + 1 CR തന്നിട്ടുള്ള ഈ കണ്ടീഷൻ അല്ലെ, ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻസർ n + 1 5 + 1. അപ്പൊ n എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും, r എന്ന് പറയുന്നത് എന്തായിരിക്കും? 3. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ടഫ് ആയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി, മാർക്ക് കിട്ടും. കാരണം വെറും 1 മാർക്കാണ് അതിന് നൽകിയിട്ടുള്ളത്. ഐഡന്റിറ്റി ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. അടുത്തത് ഹൗ മെനി 3-digit numbers can be formed by using the digits 1 2 3 4 5 if the digits are not repeated. അപ്പൊ 3-digit നമ്പർ 3 ബോക്സ് ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ആദ്യത്തെ ബോക്സിൽ ഈ 5 എണ്ണത്തിൽ ഏതുകൊണ്ട് എഴുതാം? 5 വേസിൽ ഫില്ല് ചെയ്യാം. രണ്ടാമത്തെ ബോക്സ് 4 വേസിൽ ഫില്ല് ചെയ്യാം. മൂന്നാമത്തെ ബോക്സ് 3 വേസിൽ ഫില്ല് ചെയ്യാം. കാരണം എഴുതിയത് വീണ്ടും എഴുതാൻ പാടില്ല. സോ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 3 × 4 × 5 ദാറ്റ് ഈസ് ആൻസർ എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. 8 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും മികച്ച 6 എണ്ണം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ചെയ്താൽ മതി. ആ സെക്ഷനിലെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. സിമ്പിൾ ക്വസ്റ്റ്യൻ. എ എന്ന് പറയുന്ന സെറ്റിൽ 3 എലമെന്റ് ഉണ്ട്. ദെൻ നമ്പർ ഓഫ് സബ്സെറ്റ്. സബ്സെറ്റ്സിന്റെ എണ്ണം കാണുന്ന ഫോർമുല 2n. അപ്പൊ 2/3. ആൻസർ എത്രയാണ്? 2³ 8 ആണ് ആൻസർ. അടുത്ത് യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. വെരിഫൈ ഡി മോർഗൻസ് ലോ. എ യൂണിയൻ ബി ദ ഹോട്ട് കോംപ്ലിമെന്റ് = എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ആദ്യം നമ്മൾ എന്ത് കാണണം? എ കോംപ്ലിമെന്റ്. എയിൽ ഇല്ലാത്തത് പക്ഷെ യുവിൽ ഉണ്ടായിരിക്കണം. 3ഉം 4ഉം പോയിട്ട് യുവിലുള്ളത് ആരൊക്കെയാണ്? 1 2 5. അപ്പൊ എ കോംപ്ലിമെന്റ് സെറ്റ് 1 2 5. ബി കോംപ്ലിമെന്റ് 2 4 5 പോയിട്ട് ബാക്കി യുവിലുള്ളത് ആരൊക്കെയാണ്? 1ഉം 3. അപ്പോൾ ബി കോംപ്ലിമെന്റ് എന്ത് കിട്ടും? 1, 3. സോ ബി കോംപ്ലിമെന്റ് കിട്ടി, എ കോംപ്ലിമെന്റ് കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത് എ യൂണിയൻ ബി. എ എന്ന സെറ്റിലെയും ബി എന്ന സെറ്റിലെയും എല്ലാം എടുത്ത് എഴുതുമ്പോൾ 2 3 4 5 എന്ന് കിട്ടും. അടുത്ത റൈറ്റ് ഹാൻഡ് സൈഡ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്.
ഈ എ യൂണിയൻ ബിയിൽ ഇല്ലാത്തത് നമ്മുടെ യുവിലുള്ളത് 1 2 3 4 5 ആണ്. അപ്പൊ ഈ 2 3 4 5 പോയിട്ട് ബാക്കിയുള്ളത് ആരാണ്? 1. അപ്പൊ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് 1. LHS ഉം RHS ഉം ഈക്വൽ. അത്രയും എഴുതിയാൽ മതി. അവിടുത്തെ 4 മാർക്ക് കിട്ടിക്കഴിയും. നെക്സ്റ്റ്, ദ ഫിഗർ ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെറ്റ്സ് എ ആൻഡ് ബി. റൈറ്റ് ദിസ് റിലേഷൻ. ആദ്യം ഇത് റോസ്റ്റർ ഫോമിൽ എഴുതുക, എന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക, എന്നിട്ട് ഡൊമൈനും റേഞ്ചും എഴുതുക. അപ്പൊ ഈ റിലേഷൻ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതും? ക്യാപിറ്റൽ R ഈക്വൽ ടു സെറ്റ് ഇട്ടിട്ട് ഓർഡേഡ് പെയർ 1,3, അടുത്ത 2,4, നെക്സ്റ്റ് എന്താണ്? 3,5. 3 5 റിലേറ്റ് ചെയ്തിരിക്കുന്നു, 2 4 1 എന്ന് പറയുന്നത് 3 അപ്പൊ റിലേഷൻ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതും? 1,3 2,4 3,5 അല്ലെ? ഉടൻ തന്നെ ഡൊമൈൻ എഴുതാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ എലമെന്റിന്റെ സെറ്റ് 1 2 3. അടുത്ത റേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എലമെന്റിന്റെ സെറ്റ്. രണ്ടാമത്തെ എലമെന്റ് എന്താണ്? 3 4 പിന്നെ എന്താണ്? 5. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് 3 4 5. ഞാൻ ഇവിടെ 3 5 എഴുതിയിട്ടുള്ളൂ, 4 കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തുക. 3 4 5. കഥ കഴിഞ്ഞില്ലേ? വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഒരു കാര്യം കൂടെ ഉണ്ട്. ആ റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞിട്ട് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക. എന്താണ് ഇവിടുത്തെ റിലേഷൻ? എക്സിന്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് y വാല്യൂ കിട്ടുന്നത് അല്ലെ? ഇവിടെ നോക്ക്, എക്സിന്റെ കൂടെ 2 കൂട്ടുമ്പോൾ y കിട്ടി, എക്സിന്റെ കൂടെ 2 കൂട്ടുമ്പോൾ y കിട്ടി. അപ്പൊ y എന്ന് പറയുന്നത് x+2. അതെങ്ങനെയാണ് എഴുതുന്നത്? R ഈക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ x, y സച്ച് ദാറ്റ് റിലേഷൻ എന്താണ്? y ഈക്വൽ ടു x+2 വെയർ x എലമെന്റ് ഓഫ് എ, y എലമെന്റ് ഓഫ് എന്താണ്? b. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, sin x is equal to 3/5. x in second quadrant. Find cos x and tan x. ട്രയാങ്കിൾ വരച്ച് തേർഡ് സൈഡ് കണ്ടെത്തി ചെയ്യാം. ഞാനിവിടെ ഐഡന്റിറ്റിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോസ് എക്സ് കാണുന്ന ഫോർമുല √1 - sin²x, √1 ഇവന്റെ സ്ക്വയർ 9/25, 25 - 9 16/25. ആൻസർ 4/5. പക്ഷെ സെക്കൻഡ് ക്വാഡ്രന്റിലാകുമ്പോൾ കോസ് നെഗറ്റീവ് വരും, അപ്പൊ -4/5. tan x എന്ന് പറഞ്ഞാൽ sin ബൈ കോസ് 3/5 ബൈ -4/5. 5ഉം 5ഉം ക്യാൻസൽ ചെയ്താൽ -3/4 എന്ന് കിട്ടും. അടുത്ത sin x plus y ഈക്വൽ ടു ഡാഷ്. ഡയറക്റ്റ് ഫോർമുല sin x cos y plus cos x sin y. നെക്സ്റ്റ്, ഫൈൻഡ് വാല്യൂ ഓഫ് sin 75. sin 75 ഡിഗ്രിയെ എങ്ങനെ എഴുതാം? sin 75നെ 45 plus 30 എന്നിട്ട് മേളിലത്തെ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുക. sin 45 into cos 30 plus cos 45 into sin 30. sin 45ന്റെ വാല്യൂ 1/√2, cos 30ന്റെ വാല്യൂ √3/2 plus cos 45 1/√2, sin 30 എന്താണ്? 1/2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3 + 1 ബൈ എന്ത് കിട്ടും? 2√2. അടുത്തത് കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. Z1 തന്നിട്ടുണ്ട് 1 + 2i, Z2 2 + i. ഫൈൻഡ് Z1 + Z2. ഇപ്പൊ തമ്മിൽ ആഡ് ചെയ്യുക. 1ഉം 2 ആഡ് ചെയ്താൽ 3, അടുത്ത 2iയും iയും ആഡ് ചെയ്താൽ 3i. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 3 + 3i. എന്നിട്ട് അതിന്റെ മോഡുലസ് കാണുക, കോൺജുഗേറ്റ് കാണുക. വെരി സിമ്പിൾ. ആദ്യം മോഡുലസ് കാണുക. റിയൽ പാർട്ടിന്റെ സ്ക്വയർ 3² പ്ലസ് ഐയുടെ കൂടെ ഇരിക്കുന്നവന്റെ സ്ക്വയർ. സോ √9 + 9 √18 എന്ന് കിട്ടും. അടുത്ത് Z1 + Z2ന്റെ കോൺജുഗേറ്റ് 3 + 3i. അതിന്റെ കോൺജുഗേറ്റ് ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക, 3 - 3i. അടുത്ത ഫൈൻഡ് വാല്യൂ ഓഫ് i⁴ പ്ലസ് i³ -2. i⁴ വാല്യൂ 1 എന്നറിയാം. i³ എന്ന് പറഞ്ഞാൽ -i, പിന്നെ -2 അതുപോലെ 1 - 2 എന്ന് കിട്ടും, -1 പിന്നെ എന്താണ്? -i. ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 13. How many words with or without meaning can be formed using all the letters of the word Instagram? Some letters are repeated. എങ്കിൽ ഫോർമുല n factorial by p1 factorial into p2 factorial into p3 factorial etc. അതാണ് ഫോർമുല. ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ്. എത്രയാണുണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പൊ സ്മോൾ ലെറ്റർ n 9. ഇതിൽ ആരൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഐ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എസ് ഉണ്ടോ? ഇല്ല. ടി ഉണ്ടോ? ഇല്ല. എ 2 പ്രാവശ്യം, അപ്പൊ p1 2 എന്ന് കൊടുക്കുക. വേറെ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എങ്കിൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് കാണുന്ന ഫോർമുല n factorial by p1 factorial. n എന്ന് പറഞ്ഞാൽ 9 factorial by എന്താണ്? 2 factorial. ആൻസർ 1,81,440 എന്ന് കിട്ടും. നെക്സ്റ്റ്, അതിന്റെ സബ് ക്വസ്റ്റ്യൻ. എ ബാഗ് കണ്ടെയ്ൻ 5 വൈറ്റ് ആൻഡ് 6 ബ്ലാക്ക് ബോൾസ്. Find number of ways in which 2 white balls and 3 black balls can be selected. 5 വൈറ്റ് ബോൾ ഉണ്ട്, അതിൽ നിന്ന് 2 വൈറ്റ് ബോൾ സെലക്ട് ചെയ്യണം.
ഹൗ മെനി വേസിൽ പോസിബിൾ ആണ്? 5 എണ്ണം ഉണ്ട്, 2 എണ്ണം സെലക്ട് ചെയ്യണം. 5C2 ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 6 ബ്ലാക്കിൽ നിന്ന് 3, ആൻസർ എന്ത് വരും? 6C3. സോ ഫൈനൽ ആൻസർ 5C2 ഇൻറ്റു 6C3. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 200 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് 7x plus 3 less than 5x plus 9 ലീനിയർ ഇനിക്വാളിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. എക്സ് എല്ലാം ഒരു സൈഡ് കൊണ്ടുവരിക. 7x മൈനസ് 5x ലെസ് ദാൻ ഈ 9 അതുപോലെ പ്ലസ് 3 ഇവിടെ വരുമ്പോൾ -3. 7x ന്ന് 5x കുറച്ചാൽ 2x ലെസ് ദാൻ 6, x ലെസ് ദാൻ 3. എക്സിന്റെ വാല്യൂ 3-നേക്കാളും ചെറുത്. ഇത്ര എഴുതിയാൽ മാർക്ക് കിട്ടും. ഇത് കൂടെ എഴുതിയാൽ കൊള്ളാം. എക്സ് എലമെന്റ് ഓഫ് -∞ മുതൽ 3 വരെ. 3-നേക്കാളും ചെറുത് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു -∞ വരെ പോവാം. 3 വരെ. 3 ഇൻക്ലൂഡഡ് ആണോ? ഈക്വൽ ടു ഉണ്ടെങ്കിൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ്, ഇല്ല എങ്കിൽ സിമ്പിൾ ബ്രാക്കറ്റ് കൊടുക്കുക. അടുത്തത് സോൾവ് 5 - 2x/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x/6. ഈ 6 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ 6 × 5 - 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 30 മൈനസ് എന്താണ് 12x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x. ഈ 3x ഇപ്പുറത്ത് വരുമ്പോൾ -3x -3x -12x -15x ലെസ് ദാൻ ഓർ ഈക്വൽ ടു +30 ഇപ്പുറത്ത് വരുമ്പോൾ -30. അടുത്തൊരു -15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ +x ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിവേഴ്സ് ഓർഡറിൽ എഴുതണം. നെഗറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്താൽ ഇനിക്വാളിറ്റി വിൽ ബി റിവേഴ്സ്ഡ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30/50. അതായത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 2 അതിനേക്കാളും വലുത്. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവൽ 2, എക്സിന്റെ വാല്യൂ 2 മുതൽ ∞ വരെ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഇനി ഇത് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുക. നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈൻ വരച്ചിട്ട് നമ്പേഴ്സ് എഴുതുക. 0, 1, 2, 3, 4, 5 -1 -2 എഴുതുക അല്ലെ. എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് 2 അതിനേക്കാളും വലുത്. അപ്പൊ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഒരു സർക്കിൾ ഇട്ടിട്ട് അത് ഡാർക്കൺ ചെയ്യുക, കാരണം ഇൻക്ലൂഡഡ് എന്ന് കാണിക്കാൻ. എന്നിട്ട് 2-നേക്കാളും വലിയ നമ്പേഴ്സ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. അത് ഡബിൾ ഷെയ്ഡഡ് ചെയ്ത് കാണിക്കുക, ഇങ്ങനെ ഡാർക്കൺ ചെയ്ത് കാണിക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. എക്സ്പാൻഡ് x plus 1 the whole raised to 4. a plus b the whole raised to n എന്നൊക്കെ അറിയാം. NC0 ഫസ്റ്റ് ടൈം റൈസ് ടു മാക്സിമം പവർ. ആ രീതിയിൽ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 4C0 x raised to 4 പ്ലസ് 4C1. ഈ പവർ കുറഞ്ഞു വരും, x3. അടുത്ത സെക്കൻഡ് ടൈം 1 ആയതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം 1 റൈസ് ടു എന്ത് വന്നാലും 1 ആണ്. അടുത്ത 4C2 x² പ്ലസ് 4C3 x പ്ലസ് 4C4 അല്ലെ. എക്സിന്റെ പവർ കുറഞ്ഞ് അവസാനം ഇല്ലാതാകും. ഇനി കാൽക്കുലേറ്ററിൽ കൊടുത്താൽ കോഎഫിഷ്യന്റ് ഇട്ട് ഇത് 1 ആണ്. അപ്പോൾ 1 × x raised to 4 x raised to 4. 4C1 4 4x3. 4C2 എന്ന് പറഞ്ഞാൽ 6 6x². 4C3 എന്ന് പറഞ്ഞാൽ 4x. 4C3 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു x പ്ലസ് അവസാനം എന്ത് കിട്ടും? 1. ഇനി x - 1 the whole raised to 4 കാണുക. ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്താൽ മതി. ഇത് അതുപോലെ ഇവിടെ പ്ലസിന് വരെ മൈനസ് വരും, ഈ പ്ലസ് അതുപോലെ ഇവിടെ പ്ലസിന് വരെ മൈനസ് വരും. എന്നിട്ട് ഇവ തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ x raised to 4 x raised to 4 ആഡ് ചെയ്താൽ 2 times x raised to 4. ആഡ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയി. ഇതും ആഡ് ചെയ്താൽ 12x². ഇതും ക്യാൻസൽ ചെയ്ത് പോയി. 1 1 2. ഇതിൽ നിന്ന് ഇതിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. √2 + 1 the whole raised to 4 പ്ലസ് √2 - 1 the whole raised to 4. എന്താണ് ഇവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ? എക്സിന് ഇവിടെ √2 കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടത്തെ സൊല്യൂഷനിൽ എക്സിന് √2 കൊടുത്താൽ മതി. 2 × √2 raised to 4 പ്ലസ് 12 × √2 the whole square പ്ലസ് 2. √2 raised to 4 എന്ന് പറഞ്ഞാൽ 4 4 × 2 8. ഇവിടെ √2 the whole square 2 2 × 12 24. അവസാനത്തെ 2 ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും 34 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. Find equation of the ellipse whose vertices plus or minus 5,0 foci plus or minus 4,0 അല്ലെ. വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1,0. അപ്പൊ എ എന്ന് പറയുന്നത് 5, ഫോക്കൈ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് C,0. അപ്പൊ സി എന്ന് പറയുന്നത് 4. അപ്പൊ എയും സിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അത് എഴുതുക. അടുത്ത് ബി കണ്ടാൽ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ആയി. ഇത് ഒന്നാമത്തെ ടൈപ്പ് എലിപ്സ് ആണ് അല്ലെ. എലിപ്സിന്റെ ഇക്വേഷൻ x²/a² പ്ലസ് y²/b² ഈക്വൽ ടു 1. അപ്പൊ എ അറിയാം, ബി അറിയത്തില്ല. ബി കാണാൻ വേണ്ടി ഈ ഐഡന്റിറ്റി യൂസ് ചെയ്യുക. c² = a² - b². ഇത് ഇപ്പുറത്ത് വരുമ്പോൾ b² = a² - c². സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. വാല്യൂ കൊടുത്താൽ പോരെ. x²/a² 5² 25 പ്ലസ് y²/b² ദാറ്റ് ഈസ് എന്താണ് 9 ഈക്വൽ ടു 1. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്ത് തന്നിട്ടുണ്ട്? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം.
ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ എസ് സ്ക്വയർ 25, ബി സ്ക്വയർ എത്രയാണ്? 16. എസ് സ്ക്വയർ 25, ബി സ്ക്വയർ 16 അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് എയും ബിയും തന്നിട്ടില്ലേ? സി കാണേണ്ട ആവശ്യമില്ല, ഞാൻ വെറുതെ എഴുതിയെന്നേ ഉള്ളൂ. ലെങ്ത് ഓഫ് ലാറ്ററൽ റെക്ടം കാണുന്ന ഫോർമുല 2b സ്ക്വയർ ബൈ എ, 2 into 16 that is 32 by a എത്രയാണ്? √25 that is 5, which is the answer. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻ, ഏറ്റവും മികച്ച രീതിയിൽ എഴുതാവുന്ന 6 ക്വസ്റ്റ്യൻ ഏത് എന്ന് കൂൾ ഓഫ് ടൈമിൽ തീരുമാനിക്കുക. അത് പരീക്ഷ എഴുതി കഴിയുമ്പോൾ അത് എഴുതുക. പിന്നീട് സമയമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. നെക്സ്റ്റ് എസ്എ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇഫ് 1x9 are 3 consecutive terms of a GP, then x is equal to dash. A, B, C are in GP, then condition B square equal to A into C, middle term in the square equal to product of first and last. ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? x square equal to 1 into 9, x square equal to 9 എന്ന് പറഞ്ഞാൽ x is equal to plus or minus 3 എന്ന് എഴുതാം. അടുത്ത റൈറ്റ് കോമൺ റേഷ്യോ ആൻഡ് സം ടു 10 terms of this GP. ഈ ജിപിയുടെ ഫസ്റ്റ് ടേം 2, കോമൺ റേഷ്യോ എന്താണ്? സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം 4/2, 2 എന്ന് കിട്ടും. കോമൺ റേഷ്യോ എന്ത് കിട്ടി? 2. ഇനി എസ് എൻ കാണുന്ന ഫോർമുല, സം ടു n ടേംസ് കാണുന്ന ഫോർമുല a into r raised to n minus 1 by r minus 1. എക്ക് 2 കൊടുക്കുക, ആറിന് 2 കൊടുക്കുക, ബൈ r minus 1, 2 minus 1 ഒന്നാണല്ലോ. സോ ആൻസർ 2 into 2 raised to n minus 1. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് 10 terms. അപ്പൊ ഈ ഫോർമുലയിൽ n ന് 10 കൊടുത്താൽ മതി. 2 into 2 raised to 10 minus 1, 2 into 2 raised to 10 1024, അല്ലെങ്കിൽ 1 കുറച്ചാൽ 1023. 1023 into 2 എന്ത് കിട്ടും? 2046 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് 20th and nth term of this GP. ഈ ജിപിയുടെ ഫസ്റ്റ് ടേം എന്താണ്? 1/2. കോമൺ റേഷ്യോ എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്? 1/2 കഴിഞ്ഞിട്ട് 1/4 കിട്ടണമെങ്കിൽ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു 1/2. അപ്പൊ കോമൺ റേഷ്യോ 1/2 ആണെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഫസ്റ്റ് ടേം 1/2, കോമൺ റേഷ്യോയും 1/2. nth ടേം കാണുന്ന ഫോർമുല a into r raised to n minus 1. a എന്ന് പറഞ്ഞാൽ 1/2 into r എന്ന് പറഞ്ഞാൽ 1/2 raised to n minus 1. ഇത് raised to 1. രണ്ടും സെയിം അല്ലേ ബേസ്? അപ്പൊ പവേഴ്സ് ആഡ് ചെയ്യുക. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 the whole raised to n എന്ന് കിട്ടും. x raised to m into x raised to n, x raised to m plus n, അതാണ് ഫോർമുല. ഇനി we have to find 20th term. ഇവിടെ n ന് 20 കൊടുത്താൽ പോരെ? സോ ആൻസർ 1/2 the whole raised to 20. നെക്സ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. പബ്ലിക് എക്സാമിനേഷനും ഇതേ ചാപ്റ്ററിൽ നിന്നായിരിക്കും എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ മേക്കിംഗ് ആൻ ഇൻക്ലിനേഷൻ ഓഫ് 30 degree വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് x ആക്സിസ് ആൻഡ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0,0. അപ്പൊ നമുക്കൊരു ലൈനിന്റെ ഇക്വേഷൻ കാണണം. ആ ലൈൻ എവിടെ കൂടെ പാസ് ചെയ്യുന്നു? ഒറിജിനിൽ കൂടെ. അതായത് ലൈനിലുള്ള ഒരു പോയിന്റ് 0,0 എന്നറിയാം. അടുത്ത് നമുക്ക് സ്ലോപ്പ് കണ്ടാൽ എന്ത് കിട്ടും? ലൈനിന്റെ ഇക്വേഷൻ. സ്ലോപ്പ് കാണുന്ന ഫോർമുല ടാൻ തീറ്റ. ഇവിടെ ഇൻക്ലിനേഷൻ ആണ് തീറ്റ, അത് 30 degree. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് കാണുന്ന ഫോർമുല ടാൻ തീറ്റ, അതായത് tan 30 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√3. ഗിവൺ പോയിന്റ് ഒറിജിൻ 0,0. ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു m into x മൈനസ് x1. x1 y1 0 ആണ്. അപ്പൊ ഇത് 0 ആയാൽ y ഈക്വൽ ടു ഇത് 0 mx. m എന്ന് പറയുന്നത് 1/√3x. വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് √3y ഈക്വൽ ടു എന്ത് എഴുതാം? x എന്ന് എഴുതാം. നെക്സ്റ്റ് അതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 3,-5 ഫ്രം ദ ലൈൻ 3x minus 4y minus 26 equal to 0. ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. ax1 plus by1 plus c by root of s square plus b square. തന്നിട്ടുള്ള പോയിന്റ് ആണ് x1 y1. അപ്പൊ x1 എന്ന് പറഞ്ഞാൽ 3, y1 minus 5. തന്നിട്ടുള്ള ലൈനിന്റെ ജനറൽ ഇക്വേഷൻ ax plus by plus c equal to 0. എക്സിന്റെ കോഎഫിഷ്യന്റ് അതാണ് a3, y-യുടെ കോഎഫിഷ്യന്റ് അതാണ് b -4, c എന്ന് പറയുന്നത് എന്താണ്? -26. എന്നിട്ട് എന്ത് ചെയ്യാം? ഫോർമുല കൊടുത്താൽ മതി. 3 into 3 9. അടുത്ത -4 into -5 പ്ലസ് 20. അടുത്ത പ്ലസ് സി എന്ന് പറഞ്ഞാൽ -26 ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 9 പ്ലസ് എന്താണ് 16. അപ്പൊ റൂട്ട് 9 പ്ലസ് 16 അല്ല എന്താണ് ഇവിടെ കറക്ഷൻ ഉണ്ട്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, അടുത്തത് 4 സ്ക്വയർ 16, റൂട്ട് 25 എന്ന് വരും.
റൂട്ട് 25 5 ആണ്. ഇവിടെ എന്താണ് 29 3/5 വിച്ച് ഈസ് ദ ആൻസർ. ഇവിടുത്തെ ആൻസർ എന്താണ് 3/5. അത് ഒന്ന് കറക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഫൈൻഡ് അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ്. ആംഗിൾ കാണുന്ന ഫോർമുല tan θ ഈക്വൽ ടു m2 മൈനസ് m1 ബൈ 1 പ്ലസ് m1 ഇൻറ്റു m2 അല്ലെ. അപ്പോൾ ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പാണ് m1, രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പാണ് m2. നമുക്കറിയാം സ്ലോപ്പ് കാണുന്ന ഫോർമുല മൈനസ് a ബൈ b മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് y. അപ്പൊ m1 എന്ത് വരും മൈനസ് എക്സിന്റെ കോഎഫിഷ്യന്റ് √3 ബൈ y-ന്റേത് 1 മൈനസ് √3 ബൈ 1 എന്ന് പറഞ്ഞാൽ മൈനസ് √3. അടുത്ത് ഇവിടെ മൈനസ് എക്സിന്റെ കോഎഫിഷ്യന്റ് 1, അടുത്ത് y-യുടെ കോഎഫിഷ്യന്റ് √3. സോ m2 മൈനസ് 1/√3. ഫോർമുല കൊടുക്കുക, വാല്യൂസ് കൊടുക്കുക. m2 മൈനസ് 1/√3 പ്ലസ് അതായത് മൈനസ് മൈനസും കൂടെയാണ് പ്ലസ് √3 ബൈ 1 പ്ലസ് m1 ഇൻറ്റു m2. ഇത് ഇൻറ്റു ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 3 മൈനസ് 1 എന്ത് കിട്ടും 2 എന്ന് കിട്ടും. താഴെ എന്താണ് ഇത് ക്യാൻസൽ ചെയ്താൽ 2 എന്ന് വരും. 2 പോയി കഴിഞ്ഞാൽ പിന്നെ 1/√3 tan θ ഈക്വൽ ടു 1/√3 എങ്കിൽ θ ഈക്വൽ ടു എന്തായിരിക്കും? എന്താണ് tan ഇൻവേഴ്സ് 1/√3 ദാറ്റ് ഈസ് 30 ഡിഗ്രി. tan എന്തിന്റെ വിലയാണ് 1/√3? 30 ഡിഗ്രി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19 ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. എക്സ് വാല്യൂ തന്നിട്ടുണ്ട്, എഫ് വാല്യൂ തന്നിട്ടുണ്ട്. അത് കോളം വൈസ് എഴുതുക. എന്നിട്ട് എഫ് എക്സ് കാണുക. 3 × 7 ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തുകൂടെ എഴുതുക. 8 × 10 80 13 × 15 മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത് എഫ് എക്സ് സ്ക്വയർ അത് കാണാൻ എക്സും എഫ് എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 21 63 8 × 80 640 എങ്ങനെ 13 × 195 മൾട്ടിപ്ലൈ ചെയ്യുക. 18 × 180 ഇവിടെ എഴുതുക. 23 × 138 എഴുതുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് സിഗ്മ എഫ് എക്സ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ക്യാപിറ്റൽ എൻ. നൗ മീൻ കാണുന്ന ഫോർമുല സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. സിഗ്മ എഫ് എക്സ് 614 ബൈ 48 12.79 എന്ന് കിട്ടും. വേരിയൻസ് കാണുന്ന ഫോർമുല മസ്റ്റായിട്ട് കാണാതെ പഠിക്കുക. സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 9652 ബൈ 48 മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ. എക്സ് ബാർ നമുക്ക് കിട്ടി 12.79 അതിന്റെ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 37.5. നമുക്ക് ചോദിച്ചിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഫോർമുല റൂട്ട് ഓഫ് വേരിയൻസ് റൂട്ട് 37.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 6.12 എന്ന് കിട്ടും. ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. കാണുന്ന ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതും കൂടെ ആഡ് ചെയ്യുക, ഇത് സബ്ട്രാക്ട് ചെയ്യുക. ആൻസർ എന്ത് കിട്ടും 0.7. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ കോയിൻ ഈസ് ടോസ്ഡ് 2 times. What is the probability of getting 2 heads? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. സാധ്യതകൾ ഹെഡ് 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 ടൈല് ടൈല് ഹെഡ് ടൈലി ടൈല്. ഇതാണ് സാമ്പിൾ സ്പേസ്. അതിലെ എലമെന്റ്സിന്റെ എണ്ണം 4. ഇതിനകത്തുള്ള ഇവന്റ് ഗെറ്റിംഗ് 2 ഹെഡ്, 2 ഹെഡ് ഉള്ളത് ഇത് മാത്രമല്ലേ ഉള്ളൂ. അതായത് എ എന്ന സെറ്റിൽ ഒരൊറ്റ എലമെന്റ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ കാണുന്ന ഫോർമുല n of a by n of s 1/4 which is the answer. Next, one card is drawn from a pack of 52 cards. Find the probability that the card will be black card. 52 കാർഡിൽ 26 എണ്ണമാണ് ബ്ലാക്ക് കാർഡ് അല്ലെ. ആ 26 ബ്ലാക്കിൽ നിന്ന് ഒരു കാർഡ് എടുക്കുക. എത്ര വേസിൽ പോസിബിൾ ആണ്? 26 വേസിൽ പോസിബിൾ. സോ റിക്വയർഡ് പ്രോബബിലിറ്റി എന്തായിരിക്കും? 26 ബൈ ടോട്ടൽ പോസിബിലിറ്റി. മൊത്തം കാർഡ് 52 അല്ലേ. സോ പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് ബ്ലാക്ക് കാർഡ് കാണുന്ന ഫോർമുല 26/52 1/2. അടുത്ത പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് എ ഡയമണ്ട് കാർഡ്. ഒരു കാർഡ് എടുക്കണം, അത് ഡയമണ്ട് ആയിരിക്കണം. മൊത്തം പോസിബിലിറ്റി എത്രയാണ്? മൊത്തം കാർഡിന്റെ എണ്ണം 52, അതാണ് n of s. ഇനി ഡയമണ്ട് കാർഡ് എത്ര ഉണ്ട്? 13. അതിൽ നിന്ന് 1 എടുക്കണം. എത്ര രീതിയിൽ പോസിബിൾ ആണ്? 13 രീതിയിൽ. സോ റിക്വയർഡ് പ്രോബബിലിറ്റി 13/52 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/4. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വർഷത്തെ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ മാത്തമെറ്റിക്സ് എക്സാമിനേഷന് ചോദിച്ചത്. തീർച്ചയായും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സാധാരണ ചോദിക്കാറ്. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ഫൈനൽ എക്സാമിനേഷൻ ചോദിക്കുക. തീർച്ചയായും മികച്ച സ്കോർ ഫൈനൽ എക്സാമിനേഷന് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.